പോവണ്ട പോവണ്ടെന്ന് ഞാൻ കാലി പിടിച്ച് പറഞ്ഞതാ, കേക്കട്ടെ? എന്റെ ഈശ്വര, ഡോക്ടർ, അച്ഛൻ എന്തെങ്കിലും? തക്ക സമയത്ത് ഇവിടെ എത്തിച്ചത് നിങ്ങളുടെ ഭാഗ്യം. കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ കണ്ടീഷൻ ക്രിട്ടിക്കലായേനെ. ഒരു പ്രാവശ്യം അറ്റാക്ക് വന്ന ആളെയാണോ വീണ്ടും കഥ കളിക്കുന്നത്? ആ, വിഷമിക്കാനൊന്നുമില്ല. എന്തായാലും ഒരാഴ്ച ഇവിടെ കിടക്കേണ്ടി വരും. ഈ ബില്ല് കൗണ്ടറിൽ അടയ്ക്കണം. അമ്മേ, 5000 രൂപ കെട്ടണമെന്ന്. 5000 രൂപയോ? ഇപ്പൊ എന്താ ചെയ്യാ? ആ ബില്ലിങ് തന്നേക്കോ, ഞാൻ കൊടുത്തേക്കാം. തന്നോളൂ. എന്തായി മോനെ, ബോധം തെളിഞ്ഞോ? ആ, ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് കുറച്ച് കാശ് കെട്ടണം. ഉമ്മ പെട്ടിക്കകത്തിരിക്കുന്ന നബീസയുടെ വളയും മാലയും എടുത്തു തന്നെ. ഓള് മരിച്ചിട്ട് 11 കൊല്ലം കഴിഞ്ഞ്. എത്ര ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടായിട്ടും ആ വളയും മാലയും നമ്മൾ ഇതുവരെ പണയം വെച്ചിട്ടില്ലല്ലോ മോനെ. ആ സ്വർണം കൊണ്ട് ആശാന്റെ ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെടും ഉമ്മ. ദാനം ചെയ്ത് നശിച്ച ആളാ അദ്ദേഹം. നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലം പോലും അദ്ദേഹം തന്ന കുടികിടപ്പല്ലേ ഉമ്മ. അത് ഞമ്മക്ക് അറിഞ്ഞൂടെ മോനെ? ജാതിയും മതവും ഒന്നും നോക്കാതെ അന്ന ശിഷ്യനാക്കി കൂടെ കൂട്ടി വലിയ ആളാക്കിയ മനുഷ്യനല്ലേ. തിരിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിലും പഠിച്ചോ ഞമ്മക്ക് തിരിച്ചു തരും. അത് ഞമ്മക്ക് ഉറപ്പാ. കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുടിക്കാന്ന് വെച്ചാൽ മതിയല്ലേ? അനുഭവിക്കന്നെ. ഒന്നുക്കൊന്നോണം പോന്ന 2 പെങ്കിടാങ്ങളാ. ആര് ഇവറ്റകളുടെ കാര്യം നോക്കുന്ന നിന്റെയൊക്കെ വിചാരം? ഏട്ടന്റെ വക ഒരു സഹായം എനിക്ക് വേണ്ട. ഞാൻ മരിച്ചു എന്നറിഞ്ഞാ വരികയും വേണ്ട. അറിയാം, എന്റെ സഹായം നിനക്ക് ആവശ്യമില്ല എന്നറിയാം. നിനക്ക് ഇവിടെ സുഖമായിട്ട് മറന്നു കിടന്നാ മതിയല്ലോ. ആവശ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണുണ്ടല്ലോ. പിന്നെ കുപ്പി വേണമെന്ന് വെച്ചാൽ അതും വായിക്കൊണ്ടെന്ന് ഒഴിച്ചു വരാൻ ആളുണ്ടാവും. അല്ല, സഹായിക്കണവർക്കും നഷ്ടമൊന്നും വരില്ല. കാണാൻ കൊള്ളാവുന്ന പെങ്കിടാങ്ങളുള്ളപ്പോ സഹായിക്കാൻ ആളുകൾ തമ്മിൽ മത്സരമായിരിക്കും. ഒന്ന് നിർത്തുന്നുടോ. ഇനി ഒരു അക്ഷരം ഇവിടെ നിന്ന് ശബ്ദിക്കരുത്. കുടുംബസ്വത്തിൽ നിന്ന് താൻ പിടിച്ചു പറിച്ചതിൽ ഒരംശം മതിയായിരുന്നു എന്റെ മക്കൾക്ക് രാജകുമാരിമാരെ പോലെ ജീവിക്കാൻ. എന്നിട്ട് അവരെ പറ്റി ഇല്ലാവതിന് പറയുന്നു. പൊയ്ക്കോട്ടെ മുമ്പിന്ന്. എന്റെ മക്കളുടെ കാര്യം എനിക്കറിയാം. നിങ്ങളുടെ ഒന്നും ഒരു ഒത്താശം വേണ്ട. അതേടാ, ഞങ്ങളുടെ ഒത്താശ നിനക്ക് വേണ്ട. കണ്ട മേത്തന്മാരാണല്ലോ ഇപ്പൊ കുടുംബം നോക്കണത്. നാണക്കേട് കാരണം തലയെടുത്ത് നടക്കാൻ വയ്യാണ്ടായിരിക്കണു. കടന്നു പോകുന്നുണ്ടോ എന്റെ മുമ്പിന്ന്? ഇനി ഇവിടെ കിടന്ന് പുലമ്പിയാൽ ഏട്ടനാണെന്ന് ഞാൻ നോക്കില്ല. എന്താ ഈ കാണിക്കണേ? ഒന്ന് അനങ്ങാതെ മിണ്ടാതെ കിടന്നൂടെ? അച്ഛനോട് അധികം സംസാരിക്കരുതല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇങ്ങനെ ശവത്തെ കുത്തി വേദനിപ്പിക്കരുത് ഏട്ടാ. അദ്ദേഹത്തിന് അല്പം മനസ്സമാധാനം കൊടുക്ക്. വേണമെങ്കിൽ കാല് പിടിക്കാൻ ഞാൻ. കുടിച്ച് ചാവാറായിട്ടും ശൗര്യത്തിന് ഒട്ടും കുറവില്ല. ഒന്നുകൂടി കുറയ്ക്കടാ. വല്യച്ഛൻ ഇവിടെ നിന്ന് പോയി തരാമോ? പയ്യാട് കിടക്കുന്ന അച്ഛനെ കൊല്ലാൻ പോവാണോ? നിങ്ങളുടെ കുടുംബത്തിന് ചില്ലി പൈസ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. ജീവിക്കാൻ ഗതിയില്ലാണ്ട് പിച്ചെ എടുക്കേണ്ടി വന്നാലും ആ പടി ഒഴിച്ചിട്ടേ തണ്ടു. എന്ത് കണ്ടിട്ടാടി നീ കിടന്ന് ചലിക്കണത്? കാശിന് വകയില്ല. എന്നിട്ടും കിടന്ന് നികളിക്കണത് എന്താണെന്ന് എനിക്കറിയാം. നാണവും മാനവും ഒക്കെ പറയണതേ അങ്ങാടി മരുന്നല്ല, വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ല. മുല്ലാക്ക, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നെ എത്രയും വേഗം വീട്ടിലെത്തിക്കണം. എന്താ ഈ പറയണേ? അസുഖം ഭേദമാണ്ട് പോവുക? അസുഖമൊക്കെ ഭേദമായിടത്തോളം മതി. എനിക്കിപ്പോ തന്നെ വീട്ടിൽ പോകണം. ആശാനെ, ഈ അവസ്ഥയിൽ ഡിസ്ചാർജ് ചെയ്താ ഞാൻ ഡോക്ടറോടൊന്ന് ചോദിക്കട്ടെ? തനിക്ക് പറ്റില്ല എന്നുണ്ടോ? ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. നീ എന്റെ മകനോ മരുമകനോ ആയി ജനിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട്. നീ എനിക്കൊരു ശിഷ്യൻ മാത്രമല്ല, എന്റെയും എന്റെ കുടുംബത്തിന്റെയും താങ്ങും തണലുമാണ്. എന്റെ എല്ലാ അനുഗ്രഹവും എന്നും നിനക്കുണ്ടാവും. എന്നാലും എനിക്ക് നിന്നോട് എന്താ ആശാനെ? പറയാൻ എനിക്ക് വിഷമുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കുമെന്നറിയാം. ഇനിമേലിൽ നീ ഇവിടെ വരരുത് മോനെ. എന്റെ കുട്ടികൾക്ക് അത് ചീത്ത പേരുണ്ടാക്കും. അച്ഛാ, എന്തായി പറയുന്നേ? മുല്ലാക്ക അച്ഛന്റെ ശിഷ്യം മാത്രാണോ? ഈ കുടുംബത്തിലൊരു അംഗം പോലെയല്ലേ? എല്ലാം എനിക്കറിയാം മോളെ. മുല്ലാക്ക ഇനി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ചീത്ത പേരുണ്ടാവും. എന്റെ മക്കള് പട്ടിണി കിടന്ന് മരിച്ചാൽ ഈ അച്ഛൻ സഹിക്കും. പക്ഷെ നിങ്ങളെപ്പറ്റി ആരും അപവാദം പറയുന്നത് കേൾക്കാൻ അച്ഛനാവില്ല മക്കളെ. ആശുപത്രി വന്ന് ഏട്ടൻ പറഞ്ഞിട്ട് പോയത് മക്കളെ കേട്ടല്ലോ. ഞാൻ പോകുന്ന ആശാനെ. മുല്ലാക്കയോട് ഇങ്ങനെയൊന്നും പറയേണ്ടിയില്ലായിരുന്നു. സ്വന്തം പെങ്ങന്മാരെ പോലെയാ അവൻ നമ്മുടെ മക്കളെ കരുതിയിരിക്കണേ. എല്ലാം ശരിയാ, പക്ഷെ സമൂഹത്തെ ഭയക്കണമല്ലോ നമ്മള്. മക്കളെ, പ്രാണം വെടിഞ്ഞാലും മാനം കളയരുത്.
ദേവദേവ, മഹാദേവ, എന്റെ കുട്ടികളെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. സ്നേഹത്തോടെ പോറ്റാം, നോവിച്ച് കരയിപ്പിക്കാം. എല്ലാത്തിനും അവിടത്തേക്ക് അവകാശമുണ്ടല്ലോ. അച്ഛനെ പുറത്തെവിടെങ്കിലും ഇരുത്തുമോളെ. നിങ്ങൾ പോയി തൊഴുതിട്ട് വാ മക്കളെ. ഇവിടെ നല്ല കാറ്റുണ്ട്. അച്ഛൻ ഇവിടെ ഇരുന്നോളാം. ആ വൈകോ? ആദ്യം രാവിലെ കോയമ്പത്തൂർക്ക് പോയതാ. വിവരം അറിയിച്ചിട്ടുണ്ട്. ഉടനെ എത്തുമെന്നാ പ്രതീക്ഷിക്കുന്നത്. മയ്യത്തെടുക്കാൻ സമയമായി. എന്നോട്ട് വേഗം ചെല്ലു മോനെ. എനിക്ക് ആശാന്റെ മുഖം കാണാനുള്ള ശക്തിയില്ല. അനക്ക് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞ് പോകാതിരുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും? ആ തള്ളേനെയും കുട്ടികളെയും സമാധാനിപ്പിക്കാൻ ഈ അല്ലാണ്ട് പിന്നെ ആരാ ഉള്ളത്? ഈ വേഗം ചെല്ലു മോനെ. ഇല്ലുമ്മ, ഞാൻ പോവില്ല. അല്ല, അനക്കിത് എന്ത് പറ്റിപ്പോയി? ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. എന്റെ ആശാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. മതി, ഇറങ്ങാറായില്ലേ? ആ, അവൻ ഭാഗ്യവാനല്ലേ, വല്ലതും അറിയണം. ഏതായാലും സഞ്ചയനം കഴിഞ്ഞല്ലോ. അടിയന്തരം നടത്താനുള്ള വകയുണ്ടോ? വലിയ കഥകളി പ്രതിഭയായിരുന്നു എന്ന് പറയേണ്ട കാര്യം. ചത്തപ്പ വന്നല്ലോ ഓരോരുത്തരെ. ഒന്ന് മുഖം കാണിച്ച് അങ്ങോട്ട് പോയി. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ. അടിയന്തരം എന്നും പറഞ്ഞേ അവറ്റയൊക്കെ വിളിച്ച് സദ്യ കൂട്ടിയിട്ട് എന്തിനാ? അല്ലെങ്കിൽ തന്നെ എവിടുന്ന് എടുത്തിട്ട് നടത്താനാ? ഈ സമയത്ത് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? ഞാൻ എന്റെ പഠിത്തം നിർത്തിയാലോന്ന് ആലോചിക്കുക അമ്മേ. എനിക്ക് പറ്റിയ എന്തെങ്കിലും ജോലി തരപ്പെടുമെന്ന് നോക്കായിരുന്നു. നീ പഠിത്തം നിർത്തണ്ട, പഠിക്കണം. നിന്നെ പഠിപ്പിച്ചൊരു നിലയിലാക്കണം എന്നുള്ളത് അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു. ചേച്ചി എന്താ ആലോചിച്ചിട്ടാ ഈ പറയണേ? എങ്ങനെ പഠിക്കാനാ? എവിടുന്ന പണം? അച്ഛന്റെ ചികിത്സയ്ക്ക് ഞാൻ എവിടുന്ന പണം ഉണ്ടാക്കിയത്? അപ്പൊ ഇനിയും ബാലേ ട്രൂപ്പിൽ പോകാൻ പോവാ? നാളെ തന്നെ ഞാൻ സേനമാഷ കാണാൻ പോകും. അത് വേണ്ട മോളെ. അന്തസ്സുള്ളൊരു കലാരൂപമാണമ്മേ ബാലേ. ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവർ ഓരോ തൊഴിൽ ചെയ്യുന്നത് പോലെയല്ലേ നൃത്തം ചെയ്ത് കുടുംബം പോറ്റുന്നതും. ആ, നമ്മുടെ പുതിയ ബാല റിഹേഴ്സൽ ഇടയ്ക്ക് ഈ സമയത്ത് തന്നെ വന്നു നന്നായി. ഇത് നമ്മുടെ പഴയ ബാല പോലെ പുരാണ കഥയൊന്നുമല്ല. പുരാണങ്ങളിൽ ഇന്നത്തെ തലമുറയ്ക്ക് താല്പര്യമില്ല. ഇതൊരു പുതിയ സബ്ജക്റ്റാണ്. ദേവലോകത്തു നിന്നും ഭൂമിയിലേക്ക് വന്ന ഒരു അപ്സരസിന്റെ കഥ. പേര് സ്വപ്നസുന്ദരി. ആ സ്വപ്നസുന്ദരി ആകേണ്ടത് ഉണ്ണിമായ തന്നെയാ. വരൂ. ഇതാണ് നമ്മുടെ പുതിയ ഹീറോയിൻ, മേലെടുത്ത് മാധവൻ നായരുടെ മോളാ. ഇന്നു മുതൽ നമ്മുടെ ബാലയിലെ സ്വപ്നസുന്ദരി ഈ കുട്ടിയാ. മാഷേ, ഇതുവരെ ഈ വേഷം എനിക്കെന്നല്ലേ പറഞ്ഞിരുന്നത്? പിന്നെ ഇപ്പൊ ഇങ്ങനെ? ഓ, അത് സാരമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും മറിച്ചൊക്കെ ചെയ്യാം. തൽക്കാലം ഇന്ദിര സ്വപ്നസുന്ദരിയുടെ കൂട്ടുകാരി മൃണാളിയുടെ വേഷം കൂടെ ചെയ്യും. ആ, അപ്സരസിന്റെ ഭാഗം നമുക്ക് പിന്നീട് പ്രാക്ടീസ് ചെയ്യാം. ആ പോർഷൻ ക്ലാസിക്കലാ, വേഷവും വേറെയാ. കുറച്ച് സമയം എടുക്കും. ഇപ്പോ ആ കൊയ്ത്തുകാരുടെ കൂടെ പോയി അവരിൽ ഒരാളായി ചേർന്നതിന് ശേഷമുള്ള ഭാഗം പ്രാക്ടീസ് ചെയ്യാം. ശ്രീകുട്ടി ക്ലാസ്സിൽ പോയി തുടങ്ങിയോ? അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ സുഖമല്ലേ? ചേച്ചി ഇപ്പോ ആ ജയഭാരത് തിയേറ്റേഴ്സിൽ പോകുന്നുണ്ട്. രാജസേന മാഷിന്റെ ബാലെ ട്രൂപ്പിലോ? അതെ. മൊല്ലൊക്കെ എന്താ അങ്ങോട്ടൊന്നും കാണാത്തെ? അച്ഛൻ അന്ന് അങ്ങനെ പറഞ്ഞോണ്ടാണോ? ആശാൻ അങ്ങനെ ഒന്നും വെറുതെ പറയില്ല. ആ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാം നല്ലതിന് വേണ്ടിയാ. എന്നാ കുട്ടി നടന്നോളൂ. ശരി. എത്ര മണിക്കെന്നാ പറഞ്ഞേ? 10:30. 28-ാം തീയതി പാലക്കാട് പരിപാടി ഏറ്റിട്ടുള്ളതാ.
ഏതായാലും അത് കഴിഞ്ഞ് അങ്ങോട്ട് പോരാം. ആർട്ടിസ്റ്റുകൾക്ക് വിശ്രമിക്കാൻ ഒരു വീട് ശരിപ്പെടുത്തണം. അതൊന്നും പ്രശ്നമല്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് അമ്പലത്തിന്റെ തൊട്ടടുത്താ. അതൊക്കെ ഞങ്ങൾ ഇറങ്ങിക്കോളാം. എന്നാ പറഞ്ഞ പോലെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ വരണം വരണം വരണം. ഇരിക്കൂ ഇരിക്കൂ മോളെ, ഇരിക്കൂ. കണ്ടോ, പരിപാടിക്ക് നല്ല ബുക്കിംഗാ. പിന്നെ കുട്ടിയുടെ പേര് ബാലയ്ക്ക് വേണ്ടി ഞാനൊന്ന് മാറ്റുകയാ. പേര് മാറ്റുകയോ? ഉണ്ണിമായ എന്നുള്ളത് പഴഞ്ചൻ പേരല്ലേ. നാടകത്തിനും ബാലയ്ക്കൊന്നും അത് പറ്റില്ല. ഉണ്ണിമായ എന്നുള്ളത് ഞാൻ സ്വപ്ന എന്നാക്കുന്നു. അത് വേണോ മാഷേ? വേണം. സ്വപ്ന എന്ന് പറയുമ്പോ തന്നെ അതിനൊരു ഇൻപമില്ലേ നോക്കിക്കേ. ഒരു അപൂർവ സുന്ദരി മുന്നിൽ വന്നിരിക്കുന്ന പോലെ തോന്നും. കണ്ടില്ലേ, പുതിയ ബാലയുടെ പേര് അനൗൺസ് ചെയ്തപ്പോ തന്നെ ബുക്കിങ്ങിന്റെ ഒരു തിരക്ക്. മാഷിന് നിർബന്ധമാണെങ്കിൽ വച്ചോളൂ. പക്ഷേ നേരിൽ വിളിക്കുമ്പോ ഉണ്ണിമായ മതി. 2000 രൂപയുണ്ട്. ഇതൊരു അഡ്വാൻസ് ആയിട്ടിരിക്കട്ടെ. പരിപാടി ഉള്ളപ്പോ ഞാൻ ഉദയനെ വിട്ട് അറിയിച്ചോളാം. പിന്നെ അടുത്ത സ്ഥലത്ത് പ്രോഗ്രാം ഉള്ളപ്പോ ഡ്രസ് ചെയ്ത് തയ്യാറായിരിക്കണം. അവിടെ ചെന്ന് മേക്കപ്പ് ഡ്രസ്സൊക്കെ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടാ. ദൂരെയാണെങ്കിൽ അവിടെ ചെന്നിട്ട് മതി. പിന്നെ അവരവരുടെ ഡ്രസ്സ് അവരവർ തന്നെ സൂക്ഷിക്കണം. അത് എന്റെ ഒരു പോളിസിയാ. ഈ മാസം തന്നെ ഒരുപാട് പ്രോഗ്രാം ഉള്ളതാ. പറയാതെ എങ്ങും പൊയ്ക്കളയരുത്.